അടിപൊളിയായിരുന്നു. മമ്മൂട്ടി ആരാധകർക്ക് സത്യം പറഞ്ഞ ഹാർട്ട് ബീറ്റ് ഞാൻ നേരെയാക്കോട്ടെ ആദ്യം. അത്രയ്ക്കും എന്താ പറയേണ്ടത് കാരണം മമ്മൂട്ടി ആരാധകർക്ക് ഇതൊരു ആഘോഷിക്കാൻ പറ്റുന്നൊരു ഡേ ആണ്. അത്രയ്ക്ക് ഈ പ്രായത്തിൽ ഈ മനുഷ്യ ഇത്രയും പറയാണ്ടിരിക്കാം. എനിക്ക് എന്താ പറയേണ്ടത് സത്യം പറയാൻ എനിക്ക് അറിയില്ല. രാജീവ് ഷെട്ടി സാറിന്റെ ഫസ്റ്റ് മലയാളം മൂവിയാണെന്ന് തോന്നുന്നു എനിക്ക്. സാറൊക്കെ ഒരു രക്ഷയില്ല, പവർ പാക്ക് പെർഫോമൻസ് ആണ് സത്യം പറഞ്ഞ. എനിക്കൊരു ലാസ്റ്റ് ക്ലൈമാക്സ് LCU ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ അടുത്ത ടെർബോ സെക്കൻഡ് പാർട്ട് വരുന്നതെന്ന് ഒരുപാട് എക്സൈറ്റ്മെന്റ്. സത്യം ഒരു ആക്ഷൻ ത്രില്ലർ തന്നെയാണ് മൂവി. ഫസ്റ്റ് മമ്മൂട്ടി സാറിന്റെ ഒരു ചെറിയ ഒരു ലളിതമായ ജീവിതം തുടങ്ങി, അവിടെ നിന്ന് പെട്ടെന്ന് ഒരു ട്രാൻസിഷൻ തന്നെ സാറിന്റെ വലിയൊരു ഗംഭീര ഒരു പവർ പാക്ക് ഫൈറ്റ് സീൻസിലോട്ട് തുടങ്ങുവാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ ഒന്നും പറയില്ല, പൊരി തീ പടം. എല്ലാവരും ഒന്ന് മസ്റ്റ് വാച്ച് ആയിട്ട് കാണുക. വിഷു ശർമ്മ സാർ, ഹാറ്റ്സ് ഓഫ് യു. സിനിമാറ്റോഗ്രാഫി ആയാലും ക്രിസ്റ്റോ സേവ്യർ സാറിന്റെ മ്യൂസിക് ആയാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട് പടം. എന്തോ ഉറപ്പാണ് സെക്കൻഡ് പ്രതീക്ഷിക്കാം. സൂപ്പർ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. എങ്ങനെയുണ്ട് ഫൈറ്റ് ഒക്കെ? എങ്ങനെയുണ്ട്? കിട്ടില്ല. ഈ ഒരു 73-ാം വയസ്സിൽ പുള്ളിയുടെ ഒരു സമ്മതിച്ചേ പറ്റൂ. ബെസ്റ്റ്. കൂടുതൽ എന്താ പറയാനുള്ളത് സിനിമയെ കുറിച്ച്? സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം, നല്ല സിനിമ, നല്ല രീതിയിൽ മമ്മൂട്ടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അടിപൊളി സിനിമയാണ്. എനിക്ക് നല്ല ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഈ ഒരു 73-ാം വയസ്സിൽ ഇത്രയും പ്രായമുള്ള ഒരു നടനാണ്, അപ്പം ഫൈറ്റ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുമല്ലേ? എങ്ങനെയാണ് അത് കണ്ടപ്പോൾ തോന്നി? അതൊക്കെ നല്ലോണം ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അങ്ങനെയൊന്നുമില്ല, എല്ലാം പൊളിയായിരുന്നു. അടിപൊളി പടം, ഒരു രക്ഷയില്ല, ഒന്നും പറയില്ല, അടിപൊളി. ഇങ്ങനെ ഒരു ഇടിപ്പടത്തിനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു മമ്മൂക്കയുടെ. ലാസ്റ്റ് വന്ന കുറച്ച് എക്സ്പെരിമെന്റൽ മൂവീസ് ആയിരുന്നല്ലോ ഇപ്പൊ ഒരുപാട് മസാല അടിപ്പടം കാണാനായിട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു, അടിപൊളി പടം. ഇതിന്റെ സെക്കൻഡിനായിട്ട് വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. സെക്കൻഡ് വരുന്നുണ്ടല്ലോ. കട്ട വെയിറ്റിംഗ് ആണ്. കണ്ടിരിക്കാം. എന്തോ മമ്മൂക്ക സൂപ്പർ, അടിപൊളി ക്ലൈമാക്സ് സൂപ്പറാണ്. ഫൈറ്റ് മ്യൂസിക് ഒക്കെ സൂപ്പർ ആയിരുന്നു, എല്ലാം കൊള്ളാം. പിന്നെ പറയണോ, സൂപ്പർ. അടിപൊളി, മാസ് മാസ് മാസ്, അടിപൊളി അടിപൊളി. എടാ റിവ്യൂ പറയാൻ പറ്റിയൊരവസ്ഥയിലല്ല. നമ്മൾ പ്രതീക്ഷിച്ചില്ല. അവസാനത്തെ സാധനം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാധനം കയറി വന്ന് അതിൽ ഭയങ്കര മലയാളത്തിൽ കുറെ നാളായാലും ഒരു മാസ് മസാല കണ്ടിട്ട് കൊള്ളാം. കുറെ നാൾ കൂടി ഒരു നല്ല മാസ് മസാല പടം കണ്ട്. ഗുഡ്. കുഴപ്പമില്ല. മാസം എന്ന് പറഞ്ഞാൽ അത്ര വലിയ മാസ് എഫക്റ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കുറെ പിന്നെ വില്ലന്റെ BG ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഒരു എബോവ് ആവറേജ് സിനിമയായിട്ട് തോന്നുന്നു. സൂപ്പർ പടം, നല്ല പടം, നല്ല പടം. നമുക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാ, കിട്ടില്ല പടം. ആക്ഷനൊക്കെ വിഷയമാണ്. നല്ല പടം, നല്ല പടം. തിയേറ്റർ വിസിറ്റ് ആണ്, ആ മിസ്സാക്കരുത്. മമ്മൂട്ടി നല്ല രസമായിരുന്നു. പടം എങ്ങനെയുണ്ട്? മമ്മൂട്ടിയുടെ സൈഡിൽ നിന്ന് ഇതൊരു സർപ്രൈസ് ആണ്. മമ്മൂക്ക ഇത്രയും വയസ്സിലെ അതെ പറഞ്ഞു. മമ്മൂക്കയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ പടം ഒരു സർപ്രൈസ് ആണ്, അത്രേ ഉള്ളൂ. പിന്നെ ബിന്ദു പണിക്കര് ടർബോ കണ്ടായിരുന്നു. ലിറ്ററലി ആൻഡ് ഫിഗറേറ്റീവ്ലി ദ സിറ്റി ഈസ് മൈൻ എന്ന് സങ്കല്പിക്കുന്ന മാഫിയ ഡോണുകളുടെ ഇടയിലേക്കും രാഷ്ട്രീയക്കാരുൾപ്പെടെയുള്ള മാഫിയ ഗ്യാങ്ങിൻ്റെ ഇടയിലേക്കും ഇടുക്കിക്കാരൻ ടർബോ ജോസ് എത്തുന്നു. അതേ തുടർന്നുണ്ടാകുന്ന ചില മാസ് ആക്ഷൻ സിനിമയാണ് ടർബോ. മിഥുൻ മാനുവൽ തോമസ് പഴയതുപോലെ തന്നെ വളരെ നന്നായി എഴുതിയിട്ടുണ്ട്. വൈശാഖിൻ്റെ ഒരു ആക്ഷൻ സീക്വൻസുകൾ എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പുലിമുരുകനിൽ തെളിയിച്ചതാണ്. അത് തന്നെ തുടർന്നും അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട്. ഹൈപ്പർ മാസ് ആക്ഷൻ സിനിമ, അതാണ് ഒറ്റ വാക്കിൽ പറയാൻ പറ്റൽ പടത്തിൻ്റെ റിവ്യൂ. ആസ് യൂഷ്വൽ മമ്മൂക്ക വളരെ നന്നാക്കിയിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസുകൾ മമ്മൂക്ക വളരെ നല്ല രീതിയിൽ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. പുലിമുരുകൻ കണ്ട് അതിൻ്റെ തുടർച്ച എന്നോണം വൈശാഖിൻ്റെ ആക്ഷൻ സീക്വൻസ് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു വരികയാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഫൈറ്റിൽ സീരീസ് ഓഫ് സ്റ്റൺസ്, സീരീസ് ഓഫ്
ആക്ഷൻ സീക്വൻസുകൾ എടുക്കുന്നതിൽ വൈശാഖിന് ഒരു നൈപുണ്യമുണ്ട്. അത് വൈശാഖ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു മാസ് ആക്ഷൻ സിനിമ, ഹൈപ്പർ ആക്ഷൻ, മാസ് എന്ന് പറഞ്ഞുകൂടാ, ഹൈപ്പർ ആക്ഷൻ സിനിമയാണ്. പടം ഇഷ്ടമാണ്. ഓക്കെ ആണ്. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. മമ്മൂട്ടി സൂപ്പർ, ഡയറക്ടർ ഇടില്ല. എന്താ ഇഷ്ടം? ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ? സെക്കൻഡ് ഹാഫ് ഇടിയാണ്. തീയാണ്. ഇടിയോടിയായി മാത്രമല്ല നല്ലൊരു ചിത്രവും ഫുള്ള് എല്ലാം ഉണ്ട്. നമുക്ക് ഒന്നും പറയില്ല, സൂപ്പർ. ആ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടും. കന്നഡ നടനും ഒന്നും പറയില്ല. അടിപൊളിയായിരുന്നു, സൂപ്പർ. വൈശാഖിനെ കിട്ടില്ല പടം, കൊള്ളാൻ കിട്ടില്ല. നല്ല മൂവി, ഒരു ആക്ഷൻ ത്രില്ലറാണ്. പാട്ട് പ്രതീക്ഷിക്കുന്നു, കിട്ടില്ല പടം. മമ്മൂട്ടിനെ പൊളിയായിരുന്നു. കഥ കുറച്ച് ആവറേജ് ആണെങ്കിലും മേക്കിംഗ് ഒക്കെ കിട്ടില്ലായിരുന്നു. ആക്ഷൻ സീൻസ് ഒക്കെ ഭയങ്കര കിട്ടില്ലായിരുന്നു. അതിന്റെ ഹൈലൈറ്റ് ആക്ഷൻ സീൻസ് ഒക്കെ തന്നെയായിരുന്നു. വേറെ ഒന്നും പറയല്ല, എൻ്റെ ആക്ഷൻ സീൻസിന്റെ കൂടുതൽ പ്രാധാന്യം. ഒന്നും പറയാനില്ല, വേറെ ഒന്നുമില്ല. ഈ ഒരു വയസ്സിലും നമുക്ക് നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എൻജോയ് ചെയ്തു. നല്ല അടിപടം, നല്ല അടിപ്പടം. മമ്മൂക്കയുടെ നല്ല അടിപ്പടം. ഈ ഒരു വയസ്സിലും നല്ലൊരു ഫൈറ്റ്, നല്ല ഇഷ്ടപ്പെട്ടു. കൊള്ളാം. മമ്മൂക്കൊക്കെ KGF ചെയ്യാൻ പറ്റും. ഇനിയും ചെയ്യാൻ പറ്റും, ഒരു 2 എണ്ണം കൂടെ വേണമെങ്കിൽ ചെയ്യാം. 100ാമത്തെ വയസ്സിലാണല്ലോ ഇടി. 100ാമത്തെ വയസ്സിൽ ഇങ്ങനത്തെ ഫൈറ്റ് ചെയ്യും ഉറപ്പായിട്ട്. ഈ ഒരു വയസ്സിൽ ഫൈറ്റ് ഒക്കെ എങ്ങനെയാണ്? ഫൈറ്റ് ഒക്കെ ഒരു രക്ഷയില്ല. ആർക്കും ഈ വയസ്സിലുള്ള ആർക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല. പൊളി, ഒരേ പൊളി. മമ്മൂക്ക പൊളിച്ച്. പലരും പറയുന്നു സ്ക്രിപ്റ്റ് പോരാടാ. അങ്ങനെയൊന്നുമില്ല, മമ്മൂക്ക അഴിഞ്ഞാടി. സിനിമ അതിനനുസരിച്ച് എല്ലാം കൊള്ളാം. കഥയായിരുന്നാലും എന്തായിരുന്നാലും ഓക്കെയാണ്, ഒരുപോലെയാണ്. മമ്മൂക്ക സൂപ്പറാണ്, ഓക്കെയാണ്. നല്ല ഇടിപ്പടം, എൻജോയ് ചെയ്ത് കൊള്ളാം. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം, നല്ല ഇടിപ്പടം. ശരി. ശരി. നമുക്ക് എങ്ങനെയുണ്ട് ബ്രോ? നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല മൂവിയാണ്. തിയേറ്ററിൽ കൊള്ളാം, പടം കൊള്ളാം. ഫൈറ്റ് ഒക്കെ അടിപൊളി സീനായിരുന്നു. സൂപ്പർ ഫൈറ്റ്, അടിപൊളി. കൊള്ളാം പടം. എങ്ങനെയുണ്ട്? കൊള്ളാം പടം. കൊള്ളാം, അടിപൊളിയായിരുന്നു. ഇല്ല, നല്ല ഫിലിമായിരുന്നു, കാണാൻ പറ്റിയ ഫിലിമാണ്. ഓക്കെ, താങ്ക് യു. ടർബോ ആയിരുന്നു. ടർബോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചാ മമ്മൂക്ക? എന്താണ് ഇഷ്ടപ്പെട്ടത് ഈ പടത്തിൽ? ഒരുപാട് ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് കഴിയുമ്പോൾ സെക്കൻഡ് പ്രതീക്ഷിക്കാവോ പടത്തിന്? മമ്മൂക്കയുടെ അഴിഞ്ഞാട്ട വരുന്ന പറയാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, അഴിഞ്ഞാട്ടമല്ല. സൂപ്പർ പടം, ഒന്നും പറയാനില്ല, അടിപൊളി പടം. ഇന്റർവെൽ വരെ ഒരു സാധാരണ ഇതിൽ പോയിട്ട് ഇന്റർനേഷൻ ഭയങ്കര അടിപൊളി. ഇന്റർനേഷൻ സൂപ്പറാണ്. ഇന്റർവെൽ വരെ നോർമൽ ഒരു ഫാമിലി. ഇന്റർനേഷൻ മമ്മൂട്ടി ക്ലൈമാക്സ് ഫൈറ്റൊക്കെ അടിപൊളി. എങ്ങനെ മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് 73 വയസ്സിൽ. തീയായിരുന്നു. ഇടിയൊക്കെ എങ്ങനെയാണ്? തിയേറ്ററിൽ എങ്ങനെയായിരുന്നു? എല്ലാവരും ഇടിയുണ്ടായിരുന്നു. നല്ല പടമായിരുന്നു. പൊളി പടം. നല്ല പടം ചേട്ടാ, ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. പ്രൗഡ് ടു ബി എ മമ്മൂട്ടി ഫാൻ. പടം കുഴപ്പമില്ല, പടം കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് ആക്കിയുണ്ട്. അവസാനത്തെ ഫൈറ്റിലാണ് പടം ഇരിക്കണം. ഫൈറ്റാണ് പടം വേറെ ഗിയറിലേക്ക് വന്നത്. കുഴപ്പമില്ല. നല്ല പടം, സൂപ്പർ. ആദ്യം എത്ര വയസ്സായെന്നൊന്ന് കാണിക്കാൻ പറ. കുഴപ്പമില്ല,
സൂപ്പർ വയസ്സായ മനുഷ്യൻ അങ്ങനെ വെറുതെ വിട്ടു അങ്ങനെ ഇങ്ങനെ ചെയ്യിപ്പിക്കണം അങ്ങനെ ഒരു വയസ്സായ മനുഷ്യൻ അങ്ങനെ ഇങ്ങനെ ചെയ്യിപ്പിക്കണം. അടിപൊളി പടം സൂപ്പർ അഴിഞ്ഞാട്ടമാണ് ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് കിടില്ല ഒരു രക്ഷയില്ല പടം. ഇത്രയും പ്രതീക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് ആവറേജ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് കലക്കി. ഒരു രക്ഷയില്ല, മസ്റ്റ് വെച്ചാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. അഴിഞ്ഞാടി പടം കൊള്ളാം. സൂപ്പറാണ്. മഴയത്തൊരു നിറഞ്ഞ പടക്കം പോലെയാണ് ആദ്യം വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ല. ഇതിപ്പം എരിപൊരി അടിപൊളി സൂപ്പർ അടിപൊളി. ക്ലൈമാക്സ് എന്ന് വെച്ചാൽ കിടിലമാണ്. അടിപൊളി പൂരമാണ്. ശരശര വെടിയാണ്. സൂപ്പർ. ഓരോ ഇടിയും ഓരോ കിൻഡൽ വരും. എല്ലാരും പോയി കാണണം. കൊള്ളാം. മമ്മൂക്കിയുടെ ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തിയേറ്ററിൽ ഫൈറ്റ് ഒക്കെ നടക്കുമ്പോൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായിരുന്നു. ആ ഫൈറ്റ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് രാജ്വി ഷെട്ടി എങ്ങനെയുണ്ട്? വില്ലൻ അടിപൊളിയായിരുന്നു. നായക എങ്ങനെയുണ്ട്? അഞ്ജന ജയപ്രകാശ്. അതെ, പാച്ചു അത്ഭുതങ്ങളൊക്കെ ഇവിടെ എന്താ പറയാ? നല്ല പടം, ഇഷ്ടപ്പെട്ടു. സൂപ്പർ. കൊള്ളാം, നല്ല സിനിമ. മമ്മൂട്ടി നല്ല അടിപൊളിയായിരുന്നു, നല്ല ഫൈറ്റ് ആയിരുന്നു. സ്റ്റോറി ഉണ്ട്. മമ്മൂട്ടി ആടുവട്ടം അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നല്ല മാസം രാജ്വി ഷെട്ടി എങ്ങനെയുണ്ട്? നല്ല പടം. കൊള്ളാം, കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഒരുവിധം ഒരു മാസ് സീക്വൻസും സ്റ്റണ്ട് ആക്ഷൻസും എല്ലാം അടിപൊളിയാണ്. പേഴ്സണലി ഇഷ്ടപ്പെട്ടു പടം. പടം പൊളിയാണ്. സെക്കൻഡ് ഹാഫ് പൊളിയാണ്. മുഖ പൊളിച്ച് പൊളി. സൂപ്പർ അടിപൊളിയായിരുന്നു. കൊള്ളാം. നല്ല പടം. കൊള്ളാം, നല്ല പടം. കൊള്ളാം, നല്ല പടം. നല്ല പടം ചേട്ടാ. നല്ല ഒന്നും പറയില്ല, അമ്മാതിരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് വന്നിട്ട് തിയേറ്റർ വന്നിരുന്നേ കാണണം. കൊറോണ OTT വന്നിരുന്ന ഒന്നും കാണാനില്ല, പക്ഷെ നല്ല പടമാണ് ഇത്. BGM ആയാലും ആ ഒരു കൊറിയോഗ്രാഫി, ആ ഫൈറ്റ് സീക്വൻസ്, സിനിമാറ്റോഗ്രാഫി എല്ലാം നല്ല ഈ ഒരു ഏജിലെ പുള്ളിയുടെ അമ്മാരെ എനർജി. മുക്കിനാണ് ഇടി. ഉന്റെ അമ്മ ഒരു രക്ഷയില്ല. രാജ്വി ഷെട്ടി അതേപോലെ തന്നെ വില്ലന് കഥാപാത്രം നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് മമ്മൂട്ടി ഇതേപോലെ ഇരുന്ന് ഇതാകുന്നത്. രക്ഷയില്ല. വന്ന് മസ്റ്റ് വാച്ച് തിയേറ്ററിൽ. നെഗറ്റീവ് അടിക്കുവാണെങ്കിൽ അങ്ങനെ നെഗറ്റീവ് അടിക്കാൻ മാത്രമൊന്നുമില്ല. ലാഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല സാധനത്തിൽ. നെഗറ്റീവ് അടിക്കുകയാണെങ്കിൽ അവൻ്റെ ഒന്ന് പറയാനേ എനിക്ക് പറയാൻ പറ്റൂ. അല്ലാണ്ട് നല്ല പടം തന്നെ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നല്ല പടം. കിടിലൻ പടം. കൊടുത്ത ഫണ്ടിന് അത്രത്തോളം നീതി പുലർത്തിയെന്ന് പറയാം. അത്രയും കാരണം സ്റ്റണ്ട് വൈസ് ആയാലും എന്താണ് കാർ ചേസിങ് ആയാലും BGM നമ്മൾ കേൾക്കാത്ത വെറൈറ്റി സാധനമായിരുന്നു. അതെല്ലാം ഗൂസംസും എല്ലാം നന്നായിരുന്നു. ഇപ്പോഴും ഇറങ്ങിയിട്ട് ഗൂസംസ് ഉണ്ട്. ആ ക്ലൈമാക്സ് ഫൈറ്റ് സീനും എല്ലാം മമ്മൂട്ടിൻ്റെ എനർജിയും ഒന്നും പറയാനില്ല. സിനിമാറ്റോഗ്രാഫിയും എല്ലാം സീനായിരുന്നു. അതുകൊണ്ട് എല്ലാവരും വന്ന് കാണുക, പടം എൻജോയ് ചെയ്യുക. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, താങ്ക് യു. കമന്റ്സ്.